ഇടതനുകൂല സെനറ്റ് അംഗങ്ങൾ അധിക്ഷേപിച്ചതായി ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ ഹൈക്കോടതിയിൽ. ഇത് സംബന്ധിച്ച് കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലംഘിക്കപ്പെട്ടുവെന്നും സെനറ്റ് അംഗങ്ങൾ കോടതിയെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, വെള്ളിയാഴ്ച നടന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ തങ്ങളെ അധിക്ഷേപിച്ചു എന്നാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. സ്ത്രീകളടക്കമുള്ള സെനറ്റ് അംഗങ്ങളോട് അസഭ്യം ത്തോടുകൂടി സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് അന്ന് തന്നെ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പക്ഷെ പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഇടക്കാല ഉത്തരവ് ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാടെ ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ അവഗണിച്ച ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി ലക്ഷ്യം നടന്നിട്ടുണ്ടെന്നും ഇത് പരിഗണിക്കണമെന്നുമാണ് ഹൈക്കോടതി മുൻപാകെ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നൽകിയ ഹർജിയിൽ സർക്കാർ അറിയിച്ചിരുന്നത് നിലവിൽ ഈ സെനറ്റ് യോഗത്തിനടക്കം കൃത്യമായിട്ട് പോലീസിന്റെ സംരക്ഷണം ഉറപ്പാക്കുമെന്നുള്ളതായിരുന്നു. ക്യാമ്പസിനുള്ളിലും ഒപ്പം തന്നെ സെനറ്റ് ഹാളിന്റെ ഭാഗങ്ങളിലും ഒക്കെ തന്നെ പോലീസിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നും സർക്കാർ ഉറപ്പ് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. പക്ഷേ സെനറ്റ് യോഗം നടന്നതിനിടയിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളും കയ്യേറ്റവും ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ തങ്ങൾക്ക് നേരെ ചെയ്യുകയും ചെയ്തു. ഇതിൽ വളരെ വലിയ രീതിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ നഗ്നമായിട്ടുള്ള ലംഘനം ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഹർജിക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ പരാതി സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വീണ്ടും ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സെനറ്റ് അംഗങ്ങളെ യാതൊരു കാരണവശാലും സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന ഇടത് അനുകൂല സംഘടനകൾ ഭീഷണി മുഴക്കിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേരള സർവകലാശാലയിലും ആവർത്തിക്കുമെന്നുള്ളതായിരുന്നു ഹർജിക്കാർ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത്. എന്തായാലും സർക്കാർ ഉറപ്പ് നൽകിയ പോലീസ് സംരക്ഷണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ട് കൂടി ലംഘിച്ച ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് സെനറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സർക്കാർ ഇത് സംബന്ധിച്ച് മറുപടി നൽകുകയും വേണം. രേഷ്മ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സെനറ്റ് യോഗം ചേർന്നപ്പോൾ അതിനകത്ത് തന്നെ ഒരു തമ്മിലടി ഉണ്ടായതാണ് വിസിയും മന്ത്രിയും തമ്മിലും. എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളെ പോലും വേട്ടയാടുന്ന തരത്തിൽ ഇത്തരമൊരു നടപടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായൊരു ഇടപെടൽ ഇതിന് പിന്നിൽ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് വിഷ്ണു ഇത്തരത്തിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾക്ക് നേരെ ഇടത് അനുകൂല അംഗങ്ങൾ ഈ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം അസഭ്യം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല ഈ SFIയുടെ അംഗങ്ങളടക്കം കൂക്കി വിളിച്ച ഒരു സാഹചര്യമുണ്ട്. സ്ത്രീകളടക്കമുള്ള സെനറ്റ് അംഗങ്ങളോടാണ് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവർ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ യാതൊരു കാരണവശാലും ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരെ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന്. പക്ഷേ സർക്കാർ ഉറപ്പ് നൽകിയത് പോലീസിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഈ സെനറ്റ് യോഗത്തിനുള്ളിൽ, അതായത് ഈ ഹാളിനുള്ളിൽ യോഗം നടക്കവേ ഈ ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഈ നാമനിർദ്ദേശം കയ്യേറ്റം നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് നിലനിൽക്കെ തന്നെ അതിലെ ഈ പോലീസ് സംരക്ഷണ ഹർജിയിലെ എതിർകക്ഷികൾ തന്നെ ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് വലിയ ഗൗരവകരമായിട്ട് തന്നെയാണ് കാണേണ്ടത്. എന്തായാലും സർക്കാരിന്റെ മറുപടി കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ പരാമർശങ്ങൾ എന്തെങ്കിലും നടത്തുക. വ്യക്തമാണ്. ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ അധിക്ഷേപിച്ചതായി ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ ഹൈക്കോടതിയിൽ. ഇത് സംബന്ധിച്ച് കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലംഘിക്കപ്പെട്ടുവെന്നും സെനറ്റ് അംഗങ്ങൾ കോടതിയെ അറിയിച്ചു. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.